അതെ, ഞാൻ ഇരുന്ന അതേ സ്ഥലത്താണ് എൻ്റെ ഫാമിലി ഇരുന്നതെന്ന്. ഇപ്പോൾ കളി കഴിഞ്ഞ് പോകുമ്പോഴായിരുന്നാലും എല്ലാവരും വീട്ടിലേക്കൊക്കെയാണ് വിളിക്കണത്, വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനും. കഴിഞ്ഞ തവണത്തെ സൂപ്പർ ലീഗ് കേരളത്തിൽ ആദ്യ എഡിഷൻ ആയിരുന്നു. പല സ്ഥലത്തും കളി നടന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് നടന്ന ഒരു കളി, അത് കാണാനെത്തിയ ഒരു ചെറുപ്പക്കാരൻ ഒരു ടിക്കറ്റ് എടുത്തു. ആ കളി കണ്ടിട്ട് ആ ടിക്കറ്റ് അങ്ങ് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ടൊരു തീരുമാനമെടുത്തു, ഒരു സ്വപ്നം കണ്ടു. ഇനി ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഞാൻ ഇനി സൂപ്പർ ലീഗിൽ ഇറങ്ങി കളിച്ചതിന് ശേഷമായിരിക്കുമെന്ന്. വർഷം ഒന്നേ കഴിഞ്ഞുള്ളൂ. ആ ചെറുപ്പക്കാരൻ കണ്ണൂരിൻ്റെ നെടുന്തൂണാണ് ഇന്ന്. ഗോകുൽ സന്തോഷ് എനിക്കൊപ്പം ചേരുകയാണ്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല ഗോകുൽ, ഞാൻ പറഞ്ഞതല്ല, വളരെ ക്ലിയർ ആണല്ലോ. അതെ അതെ, ക്ലിയറാണ്. അത് വലിയ സ്വപ്നമായിരുന്നു. അതെ, അത് ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ട്രിവാൻഡ്രം ഇത്രയും വലിയൊരു ക്രൗഡ് ഒന്നിച്ച് ഒരു ഫുട്ബോൾ മാച്ചിന് കാണണം. അപ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ, ഞാനൊരു ട്രിവാൻഡ്രംകാരനാണ്, അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വലിയ അക്സെപ്റ്റൻസ് അതിന് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു എല്ലാവർക്കും ഒരു ഫുട്ബോൾ ഫോളോ ചെയ്യണ ഒട്ടുമിക്ക എല്ലാ ചെറുപ്പക്കാർക്കും അതൊരു സ്വപ്നമായിരിക്കും, ആ ഒരു ഫീൽഡിൽ ഇറങ്ങി കളിക്കണമെന്നും. അപ്പോൾ അന്ന് തോന്നിയതാണ്, അന്ന് തോന്നി ഇതിനു വേണ്ടി വർക്ക് ചെയ്താൽ പറ്റുമെന്ന് ഫീൽ ചെയ്തു. അപ്പോൾ അന്ന് ആ സമയത്ത് തോന്നി, അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് ഇറങ്ങിയിരുന്നോ? അതെ അതെ, ഫസ്റ്റ് കളി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തിന് നമ്മുടെ കണ്ണൂരിൻ്റെ ഫസ്റ്റ് മാച്ച് ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ കളിക്കാനും പറ്റി. അപ്പോൾ സ്വന്തം നാട്ടിൽ കളിക്കാൻ ജേഴ്സി ഇട്ട് സൂപ്പർ ലീഗിന് ഇറങ്ങിയ സമയത്ത് അന്ന് ആ ഗാലറിയിൽ ഗോകുൽ ഇരുന്ന സ്ഥലത്തേക്ക് ഒന്ന് നോക്കിയോ? അതെ, ഞാൻ ഇരുന്ന അതേ സ്ഥലത്താണ് എൻ്റെ ഫാമിലി ഇരുന്നതെന്ന്. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അമ്മയായിട്ടാണ് അന്ന് കളി കാണാൻ പോയത്. അമ്മ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അമ്മയും എൻ്റെ ഫാമിലി എല്ലാവരും, അമ്മയും അപ്പൂപ്പനും ചേട്ടനായിരുന്നാലും എല്ലാവരും. വല്ലാത്ത മൊമെന്റ് ആണല്ലോ. അതായത് ഒരു സ്ഥലത്തിരുന്ന് കളി കാണുന്നു, അവിടെ നിന്ന് ഗോകുലും അമ്മയും കളി കാണുന്നു, അതേ സ്ഥലത്ത് അമ്മ വീണ്ടും വന്നിരിക്കുന്നു, മകൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നു. കേട്ടോ, മനോഹരമായ നിമിഷമാണ്. ഓക്കെ ഗോകുൽ, അതിനപ്പുറത്തേക്ക് ഗോകുൽ കേരള പോലീസിന്റെ പ്ലെയറാണ് കേട്ടോ. അത് നമ്മൾ പറയാതെ പോരുത്. 2022 മുതൽ ഗോകുൽ കേരള പോലീസിന്റെ താരമാണ്. പക്ഷെ ഗോകുലിനെ നമുക്ക് ഏറെ പ്രിയമുള്ള ഒരാളാക്കുന്നത് എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ദേശീയ ഗെയിംസിലെ ഒരു ഫൈനലിന് മിന്നും ഗോളാണ്. ഗോകുലെ, എങ്ങനെയായിരുന്നു ആ നിമിഷം? ഇപ്പം ഞാൻ എടുത്ത തീരുമാനം അത് റൈറ്റ് ട്രാക്കിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അതെ, റൈറ്റ് ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു മേളിലോട്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഒരു ട്രജക്ടറി. എന്തായാലും താഴ്ന്നും പൊങ്ങിയും ഉണ്ടാവും. എന്നാലും ഒരു തീരുമാനം എടുത്തു, അത് ഫോളോ ചെയ്യണം, അത്ര തന്നെ. ഷഫീഖ് ഹസൻ സാർ അന്നും ഒപ്പം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കണ്ണൂരിലേക്കുള്ള വരവും ഷഫീഖ് ഹസൻ സാറുമായിട്ടുള്ള കോംബോയും വളരെ സന്തോഷം നൽകുന്നതാണ്. അതെ അതെ, സാറായിട്ട് വർക്ക് ചെയ്യാനും വളരെയധികം കംഫർട്ടബിൾ ആണ്. സാറിപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു കോച്ച് എന്നുള്ളതിനൊരു ട്രഡീഷണൽ കോച്ച് എന്നുള്ള രീതിയിലല്ല, ആളൊരു ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിച്ചിലായിരുന്നാലും അപ്പോൾ എന്ത് കാര്യമായിരുന്നാലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കോച്ചിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യും. എനിക്കിപ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പോയി കോച്ചിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാറ്. കണ്ണൂർ എങ്ങനെയുണ്ട് ടീം എല്ലാവരും? കണ്ണൂർ ഞാൻ കണ്ടത് വെച്ച് വളരെയധികം പ്രൊഫഷണലാണ്, വളരെ പ്രൊഫഷണലാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ മാനേജ്മെൻറ്റ് സൈഡായിരുന്നാലും കോച്ചിങ് സൈഡായിരുന്നാലും എല്ലാവരും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്യാനാണ് പറയുന്നത് നമ്മളോട്. മാക്സിമം എൻജോയ് ചെയ്യുക, റിസൾട്ട് നമുക്ക് വരും, ഒരു പ്രോസസ്സിൻ്റെ പാർട്ടാണെന്നാണ് അവരും വിശ്വസിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, ട്രിവാൻഡ്രത്തിരുന്ന് കണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് പലതും തോന്നും. അതായത് ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ വീറും വാശിയും നിറഞ്ഞ രാഷ്ട്രീയ മണ്ഡലമാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കും കണ്ണൂരിനെ കുറിച്ച്, വലിയ വലിയ പ്രശ്നങ്ങളും അതും ഇതൊക്കെ നടന്ന നാടാണെന്നൊക്കെ. പക്ഷെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അത് വന്ന അന്നോട്ട് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇവിടെ ആൾക്കാർ ഇപ്പോൾ കളി കഴിഞ്ഞ് പോകുമ്പോഴായിരുന്നാലും എല്ലാവരും വീട്ടിലേക്കൊക്കെയാണ് വിളിക്കണത്, വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനും. അങ്ങനെ ഭയങ്കര ഒരു എല്ലാവർക്കും വളരെ ഒരു സ്നേഹം അവർ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. കണ്ണൂരുകാർ ഭക്ഷണം വിളിക്കാൻ വിളിച്ചാൽ ഈ വയറ് മതിയാവില്ല കേട്ടോ. അത് ഉറപ്പായിട്ടും. അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ വല്ലാത്ത സ്നേഹമുള്ള ആളുകൾ. അതെ, ഭയങ്കര ആൾക്കാർ ഭയങ്കര നല്ലൊരു ഇതാണ്. ഭയങ്കര എല്ലാം സംസാരിക്കാനായിരുന്നാലും ഭയങ്കരമായിട്ടൊരു നമ്മൾ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് മാറി നിൽക്കുകയാണെന്നുള്ളൊരു ഫീല് കിട്ടണില്ല. ഒരു വീട് പോലത്തെ ഒരു ഫീല് തന്നെ ഇവിടെയും കിട്ടണുള്ളൂ. കാണികൾ ഞാൻ പറയാം ഒരു രക്ഷയില്ല. അതാണ്, വന്ന ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് തോന്നുന്നു 20,000 പേരോളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5,000 പേരോളം പുറത്തു നിന്നു. അപ്പോൾ അത് തന്നെ കാണിക്കുന്നുണ്ട് കണ്ണൂർ എന്താണെന്നുള്ളത്. അപ്പോൾ അത് തന്നെ ഇന്നും അതേ ക്രൗഡ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും വളരെയധികം സന്തോഷം. നമ്മൾ പറയില്ലേ, നമ്മളൊരു ലക്ഷ്യം വെച്ച് മുന്നേറുക, അതിനു വേണ്ടി പ്രയത്നിക്കുക, അതിനു വേണ്ടി മാത്രം പ്രയത്നിക്കുക, അത് നമുക്ക് ലഭിച്ചിരിക്കും അല്ലേ? ഗോകുലിന്റെ കാര്യത്തിൽ അതാണ്. അതെ അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു. ക്യാമറമാൻ ജിജീഷിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.